കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൂപ്പർ പീസ് കേട്ടോ, എന്ത് രസമാണ് നോക്ക്. ഏജന്റുമാരുടെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. ഇത് ഫുൾ ഒരു ഒറ്റ മെറ്റീരിയലിൻ്റെ സാമ്പിൾ ആണ്. ഇത് നോക്കി തെങ്ങല ഇരിക്കണത്. ആഹാ, ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അടിപൊളി സ്വാഗതം കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റി മെറ്റീരിയൽസ്, റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ. ഇതൊക്കെ അല്ലേ ടോപ്പ് ബോട്ടം ഒക്കെ ജയ്പൂരി കോട്ടൻ്റെ കളക്ഷൻസ് ആണ്. നോക്കി, ഇതൊക്കെ ടോപ്പ് ബോട്ടം മെറ്റീരിയൽസ് ആണ്. ഇപ്പോൾ ഇത് ടോപ്പ് ആണെങ്കിൽ ഇത് ബോട്ടം, ഇത് ടോപ്പ് ആണെങ്കിൽ ഇത് ബോട്ടം, ഇത് ടോപ്പ് ആണെങ്കിൽ ഇത് ബോട്ടം. അപ്പോൾ ഇത് ഫുൾ എത്ര ബണ്ടൽ എത്ര മീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. പക്ഷേ നമുക്ക് ഇവിടെ ഒരു 30 മീറ്ററെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് കേട്ടോ. കാരണം ഇത് ഹോൾസെയിലാണ്. ഇനി ആഹാ, നല്ല നല്ല ഭംഗികളതൊക്കെ ഉണ്ടല്ലോ, കണ്ടോ. ഇത് ഫുള്ള് എന്താ പറയുക, ഗൗൺ, ലെഹങ്ക, അങ്ങനെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പെർ മീറ്ററിനൊക്കെ വെറും എന്താ പറയുക 30-40 എത്ര രൂപയാണ് പെർ മീറ്റർ? കിतना पता भैया पर मीटर? 40 है पर मीटर? रेट 20. അതെ, നമ്മൾ സംശയം ഒന്ന് തീർക്കണത് നല്ലതാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ പെർ മീറ്റർ 20 റുപ്പീസാണ്. അതുപോലെ തന്നെ 30 മീറ്ററെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യണം. അതിപ്പോൾ ഇതാ 30 മീറ്റർ പർച്ചേസ് ചെയ്യാം, ഇത് 30 മീറ്റർ ചെയ്യാം, ഇത് 30 മീറ്റർ ചെയ്യാം. അതിന് മുകളിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഇതൊക്കെ ഇത് നോക്കിയേ, ഇതൊക്കെ നല്ല എന്താ പറയുക ബ്രൊക്കേഡിൻ്റെ, നമുക്ക് എന്താ പറയുക ബ്ലൗസിന്, ധാവണിയുടെ മുകളിലത്തെ ടോപ്പിനൊക്കെ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. ഇനി ഇവിടുന്ന് ഫുൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വിട്ടേ, നമുക്ക് ഇവിടെ സമാധാനമായിട്ട് ഇരുന്ന് കണ്ടാലോ. അവിടെ ഈ കാണുന്നത് മൊത്തം നോക്കിയാൽ ഇത് ഫുൾ സാമ്പിളാണ് കേട്ടോ. ഇത് ഓരോരോ കട്ടകൾ കാണില്ലേ, ഓരോരോ ബോക്സ് കാണില്ലേ, ഇത് ഫുൾ ഓരോരോ സാമ്പിളുടെ സ്ക്വയേഴ്സാണ് കാണുന്നത്. ഇപ്പോൾ ഇഷ്ടമുള്ളത് ഏത് സാമ്പിൾ വേണമെങ്കിലും നമുക്ക് ഒന്ന് ബാക്ക് വരെ നമുക്കൊന്ന് പോയിട്ട് വരാം, അപ്പോഴാണ് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇത് ഫുൾ കാണുന്നത് കണ്ടോ, സാമ്പിൾസാണ്. ഇനി ഏത് തുണിയിൽ വേണം, ഏത് പ്രിൻറ്റ് വേണം എന്നുള്ളത് അത് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. അത് പേസ്റ്റലിനും വരുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡിൽ വരുന്നുണ്ട്, അത് അറ്റം വരെ മൊത്തം അതൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ മെറ്റീരിയൽസ് നോക്കണമെങ്കിൽ ഈ കാണുന്നതൊക്കെ ഫുൾ മെറ്റീരിയൽസ് ആണ്. അതിൽ നിങ്ങൾക്ക് മെയിൻ ഫാബ്രിക്കൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ അവൈലബിൾ. അല്ലാണ്ട് നമുക്ക് എന്താ പറയുക, ലൈനിങ്ങിന് പറ്റിയിട്ടുള്ള സംഭവങ്ങൾ ഇത്തിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതലും ഞാനിങ്ങനെ മെയിൻ ഫാബ്രിക്സൊക്കെയാണ് കണ്ടിരിക്കുക. എന്തായാലും നമുക്ക് ഇവിടെ ഇരുന്നിട്ടേ സമാധാനമായിട്ട് ഇരുന്ന് കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് ഇവിടെ അറേഞ്ച് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വരൂ, നമുക്കവിടെ ഇരിക്കാം. ആദ്യം തന്നെ നമുക്ക് കോട്ടൺ വെച്ച് തന്നെ തുടങ്ങാം. കോട്ടനെ ഞാൻ കുറേ അവിടെ കാണിച്ചു തന്നു, എന്നാലും ഞാൻ ഒരു ഡീറ്റെയിലിന് വേണ്ടി പറയാം. ഇവിടെ 60 കോട്ടൺ ഉണ്ട്, നോർമൽ 40-60 കോട്ടൺ ഉണ്ട്. കോട്ടണിൽ തന്നെ ഇപ്പോൾ എത്ര കോട്ടൺ ഉണ്ട് നിങ്ങൾക്കറിയാം. ഫ്ലെക്സ് കോട്ടൺ ഉണ്ട്, അങ്ങനെ പലതരം കോട്ടൺസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കണില്ല. ഞാൻ എന്തായാലും കോട്ടൺ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ പല പ്രിൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ ഈ പ്രിൻറ്റ് ഇപ്പോൾ ഇത് ബൾക്ക് ഇങ്ങനെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഇതിലൊരു 30 മീറ്ററെങ്കിലും മുറിച്ചെടുക്കണം എന്നുണ്ട്. കാരണം ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെയാണ്. ഇതിൽ നിന്ന് 30 ഇനി ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും അതിൽ നിന്ന് 30. ഇപ്പോൾ കോട്ടൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സോഫ്റ്റ് കോട്ടണിൽ വരുന്നുണ്ട്. അങ്ങനെ പല പ്രിൻറ്റ്സ്. ഇപ്പോൾ ഈ കാണിച്ചതൊക്കെ ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ വരുന്ന സമയത്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല. എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രിൻറ്റ്സ് കാര്യങ്ങളൊക്കെ. പക്ഷേ കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി ഇതൊക്കെ സോഫ്റ്റ് കോട്ടണിലാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. പക്ഷേ എന്തായാലും ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ റേറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉള്ള റേറ്റ് നിങ്ങൾക്ക് തീരുമാനിക്കാം. എത്ര ബഡ്ജറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണം എന്നുള്ളത് അതും ചോദിച്ചറിയാം കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ്, മീൻസ് ഒരു ബുക്ക്ലെറ്റ് ഫുള്ളുണ്ട്. ഇതൊക്കെ സാമ്പിൾ പീസസാണ്. ഇപ്പോൾ ഒരെണ്ണം നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതൊരു സാമ്പിൾ പീസാണ്, ഫെൻറ്റി മെറ്റീരിയൽ. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഇപ്പോൾ ഇതിൽ ലൈറ്റ് ചാർട്ട്, ഡാർക്ക് ചാർട്ട് എല്ലാതും വരുന്നുണ്ട്. അതിൽ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ നമ്പേഴ്സാണ്. ഇപ്പോൾ നമുക്ക് ഈ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ ആ നമ്പർ വെച്ചിട്ട് അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതിൽ വർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ വർക്കും നമുക്കത് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളും പിന്നെ ഇവിടുത്തെ സെയിൽസ് സ്റ്റാഫാണ്. കണ്ടോ, ഇത് ഫുൾ ഒരു ഒറ്റ മെറ്റീരിയലിൻ്റെ സാമ്പിൾ ആണ്. അപ്പോൾ ഇതിൽ ഏത് കളർ വേണമെങ്കിലും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ഇനി എടുത്ത് കാണിക്കാൻ ഇന്ന് നേരം വിളിക്കും. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിലേക്ക് കിടക്കാം. മെയിൻ ഫാബ്രിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇതാദ്യം നോക്കാം. നമുക്ക്
ഇത് നോക്കിയാൽ ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് നല്ല മെറ്റീരിയൽ വൈസ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഞാൻ മെറ്റീരിയലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും ഇതിൽ 30 മീറ്ററെങ്കിലും എടുക്കണം എന്ന് നിർബന്ധമാണെന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ. ഇനി ബ്രൊക്കേഡ് വേണമെന്ന് വെച്ചാൽ ബ്രൊക്കേഡിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിലടിയിൽ ഈ ദാമിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വീവിങ് ആണ് കേട്ടോ. ഫുൾ കാണുന്നത് വീവിങ് പോർഷനിലാണ്. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടപ്പെട്ടത് അവരവരുടെ വേഗം എടുക്കും. വീണ്ടും പറയുകയാണ്, ഇന്ന് കണ്ടതല്ല, നമുക്ക് നാളെ കാണാം. നാളെ ഏതെന്നുള്ളത് അത് വരുമ്പോൾ ഇനി അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഡയറക്റ്റ് വരാൻ ശ്രമിക്കുക. ഇപ്പോൾ എവിടേക്കാണ് വരേണ്ടതെന്ന് അറിയാം. ഗുജറാത്തിലുള്ള സൂറത്ത് റെയിൽവേ സ്റ്റേഷനോട് ജസ്റ്റ് 15 മിനിറ്റ്സ് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഊദന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇത് ഹോൾസെയിലാണ് കേട്ടോ. ഒരു ക്ലോത്തിൻ്റെ ഹബിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്, സൂറത്തിലേക്ക്. യെസ്. ഇനി അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് നോക്കിയാൽ ഇതിലും ഫുൾ ചെറിയ സ്വീക്വൻസ് വർക്കോട് കൂടിയിട്ട് വരുന്നത്. മെറ്റീരിയൽ അതുപോലെ തന്നെ ഡിസൈൻ ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മെറ്റീരിയൽ ഈ കളറിൽ തന്നെ നമുക്ക് വേറെ വർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഇവിടെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി കുറച്ച് ഗൗൺ ടൈപ്പ് ആയിട്ടുള്ള കളക്ഷൻസ് നോക്കാം. ഈ ഏക്കർക്ക് ദിഖാവണ. വാവ്, സൂപ്പർ പീസ് കേട്ടോ. എന്ത് രസമാണ് നോക്ക്. ഇതൊക്കെ ഡിഫറെൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇത് നെറ്റ് ഉണ്ട്, അതുപോലെ ഗൗണ്. ഇതാ ഇപ്പോൾ ഇതൊരു മെറ്റീരിയലിൽ സെയിം ഡിസൈൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇതിൽ ഏത് കളർ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഫുൾ നെറ്റിൽ ഇതൊരു വർക്ക് ഇപ്പോൾ ഉള്ള ഡിസൈൻസ് ആണ് കേട്ടോ. ഇത് സാമ്പിൾ പീസാണ്. ഇത് ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇത്ര മീറ്റർ പറയുകയാണെങ്കിൽ ആ മീറ്റർ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇത് ഗൗണിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. ഫുൾ വർക്കോട് കൂടിയിട്ട് എന്ത് രസം. നമ്മൾ ഓരോന്ന് എന്താണ് ബുട്ടിക്കാർ ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കേട്ടോ. ഒരു ഒറ്റ ഡിസൈൻ, ഒരു ഒറ്റ മെറ്റീരിയലിൽ വരുന്ന പല വർക്ക്സ്. ഇത് നോക്കിയേ, ഇതും ഒരു ഫുൾ സ്വീക്വൻസ് വർക്കോട് കൂടി കുറച്ച് ഹെവി പീസാണ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നത്. കുട്ടികൾക്കുള്ള ഫ്രോക്ക് തയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ഡ്രസ്സാണ്. സോഫ്റ്റ് മെറ്റീരിയലാണ്, ഡ്രസ്സല്ല, സോഫ്റ്റ് മെറ്റീരിയൽ. തയ്ച്ച് വരുമ്പോൾ ആ ഡ്രസ്സാകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ബच्चों पैनके मस्त लगेगा ना फ्रॉक में. ദാ അയ്യോ, ഇത് തിരിച്ചാണ്. ഇത് കണ്ടോ, ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. അതാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് പെർ മീറ്റർ എത്ര വേണം, എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ വിളിച്ച് ചോദിക്കേണ്ടത് കേട്ടോ. ഇത് ജസ്റ്റ് ഇവിടെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സാമ്പിൾസാണ്. അടിപൊളി. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ സാമ്പിൾസ് ഇവിടെ ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഈ സെയിൽസ്മാൻ നമുക്കിങ്ങനെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇത് വേണം, ഇത് വേണ്ട, ഇത് വേണം, ഇത് വേണ്ട, അങ്ങനെയാണ് പറയുന്നത്. ഇനി മലയാളത്തിൽ സംസാരിക്കാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഒരെണ്ണം അനുബായും ഒരെണ്ണം പപ്പുബായി. ഇത് രണ്ടിലും ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവർ മലയാളി സ്റ്റാഫായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നോക്കിയോ, ഈ ഓർഗൻസമേ നല്ല ഭംഗിയുണ്ട്, നല്ല ഷൈനിങ് ആയിട്ടുള്ള ഓർഗൻസാണ്. ഇതിലും വർക്കൊക്കെ ഡിഫറെൻ്റ് തന്നെ. ഇതൊക്കെ കുറേ വർക്കുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയേ, ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക്സാണ്. ഇനിയിപ്പോൾ സാരീസായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളാണല്ലോ തീരുമാനിക്കേണ്ടത് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന്. ഇതൊക്കെ നോക്ക്. അപ്പോൾ മെയിൻ ഫാബ്രിക്കാണ്. വീണ്ടും പറയാണ്, ഇങ്ങനെ ലൈനിങ് ഇല്ല ഇവിടെ. മെയിൻ ഫാബ്രിക്സിൻ്റെ എന്ത് രസമല്ലേ. എനിക്കിപ്പോൾ തന്നെ ഇതൊരു എന്താ പറയുക, നല്ലൊരു അടിപൊളി ഗൗണായിട്ട് തയ്ച്ചിടാനായിട്ടൊരു ഫീലിംഗ്. ഇതിനൊക്കെ കുറേ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാക്കിലൊക്കെ കാണുന്നതൊക്കെ മൊത്തം ഇത് इसमें क्या बनेगा? घाघरा चोली, घाघര ഇന്ന് ബ്ലൗസായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പാവാടയായിട്ട് വേണമെങ്കിലും ചെയ്യാം, സ്കേർട്ടായിട്ട്. ഞങ്ങളിവിടെ ഡാൻസ് കളിച്ച് തുടങ്ങി. അപ്പോൾ അടിപൊളി കളക്ഷൻസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബ്രൊക്കേഡിൽ വേണോ, ഇതൊക്കെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസാണ്. പിന്നെ ഇത് ബ്രൊക്കേഡിൽ വേണമെങ്കിൽ ബ്രൊക്കേഡും അവൈലബിൾ ആണ്. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു ഒറ്റ ഷെയ്ഡ് മാത്രം കാണിക്കാനുള്ള ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഇത് നോക്കി തെങ്ങല്ലേ ഇരിക്കണത്. ആഹാ, തെങ്ങ് എന്തൊക്കെയോ ഇരിക്കുന്നത് നോക്കുക, അടിപൊളി. എന്തായാലും ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒറ്റ ഡിസൈൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ സാമ്പിൾസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അടിപോർഷനാണ് കേട്ടോ. ഈ അടിപോർഷൻ, അതുപോലെ അതിൻ്റെ അടിയിൽ കാണുന്നത് നമ്പറാണ്. ഇത് വെച്ചിട്ട്
നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് മെറ്റീരിയലാണ് ഇങ്ങനത്തെ പ്രിൻറ്റ് വേണം എന്നുള്ളത് അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും. കസ്റ്റമൈസ് ചെയ്യുമ്പോൾ എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ കിട്ടും എന്നുള്ളത് അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഹോൾസെയിലാണ്, മാനുഫാക്ചേഴ്സ് ആണ്. അപ്പോൾ അവർ ബൾക്ക് മാനുഫാക്ചർ റേറ്റിലായിരിക്കും കിട്ടുക. ഈ സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഏജൻറ്റുമാരുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റ് വന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് വരാണെങ്കിൽ അവർ 80 രൂപ വേണ്ട ഇവിടേക്ക് എത്താനായിട്ട്. പക്ഷേ അവർ ഒരു 100 രൂപ 150 രൂപയെങ്കിലും അവർ പറയും. നമ്മൾ മലയാളികളാകുമ്പോൾ പ്രത്യേകിച്ച് ഇത്തിരി വൃത്തിയുള്ളവരാണല്ലോ, അവരെ കാണുമ്പോൾ അത് സഹിക്കില്ല. അപ്പോൾ ആ ഒരു ലുക്ക് ഗെറ്റപ്പൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ 150 ഉള്ളത് ചിലപ്പോൾ 200 ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ഓപ്ഷൻസ് ഫെസിലിറ്റീസ് ചൂസ് ചെയ്യാൻ പറയണത്. അപ്പോൾ അതിന് ഫ്രീ ഓഫ് കോസ്റ്റാണ്, പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ നേരിട്ട് വരാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഷോപ്പിലേക്ക് എന്ത് വെക്കണം, നിങ്ങളുടെ ഏരിയയിൽ എന്ത് വെക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വന്നേ പറ്റുള്ളൂ. എവിടേക്ക്? സൂറത്തിലേക്ക്. സൂറത്ത് ഇഷിത ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.